ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ചുരി ബോട്ടമാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ക്രോച്ച് ഏരിയ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് കട്ട് ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ മെത്തേഡാണ്. സ്റ്റിച്ചിങ് അറിയാവുന്ന ഏതൊരാൾക്കും സ്റ്റിച്ച് ചെയ്യാം. അവനവൻ്റെ അളവിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ അളവിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറയുന്നത്. പിന്നെ നമ്മൾ ചുരി ബോട്ടം ഒരു സ്റ്റാൻഡേർഡ് അളവിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നോർമൽ വണ്ണമുള്ള ഏതൊരാൾക്കും ഇടാം. പിന്നെ വണ്ണം കുറഞ്ഞവർക്ക് ഒരല്പം വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാവേ. നമ്മളിപ്പം 2 മീറ്റർ അളവുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നല്ല വിഡ്ത്തുള്ള ക്ലോത്ത് ആണെങ്കിൽ 2 മീറ്റർ എടുക്കുക, അല്ലെങ്കിൽ 2.5 മീറ്റർ എടുക്കണേ. പിന്നെ നല്ല പൊക്കമുള്ളവരാണെങ്കിൽ 2.5 മീറ്റർ എടുക്കുക. ഇല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമായി വരും. അപ്പം നമ്മളിത് ഫോൾഡ് ചെയ്യുന്നത് രണ്ടായിട്ടാണ്. ഇപ്പം എന്താ ഇതുപോലെ നമ്മുടെ ക്ലോത്തിനെ എടുത്തിരിക്കുന്നത് രണ്ടായിട്ട്, 2 മീറ്റർ ക്ലോത്തിനെ രണ്ടായിട്ട് എടുത്തു. അതിനുശേഷം അതിനെന്താ ഇതുപോലെ നമ്മൾ ഇങ്ങനെ കോണോട് കോണ് നമ്മൾ മടക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് ഇതുപോലെ നീറ്റായിട്ട്, ഒരു സൈഡിലെ കോണ് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ല ഒന്ന് നീറ്റാക്കി നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഇപ്പം നമുക്ക് ലഭിച്ചു. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ ഇവിടെ നമ്മളൊരു മടക്കുണ്ട്. അപ്പോൾ അവിടെ 2 പീസ് ഉണ്ട്. അതിനുശേഷം അതിൻ്റെ അപ്പുറേ ഇവിടെയും 2 പീസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 4 പീസ് ഇങ്ങനെ കോണോട് കോണായിട്ടാണ് നമ്മുടെ ക്ലോത്തിനെ നമ്മൾ മടക്കി ഇടേണ്ടത്. ഇനി നമ്മൾ ഈ കോണിൽ നിന്ന് നമ്മുടെ അളവ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണേ. അപ്പം നമ്മളുടെ അളവ് 5 ഇഞ്ച് 1 ഇഞ്ച് സീം അലവൻസുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതെവിടെ കിട്ടുന്നു അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. ഇതാണ് ഹെം ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ താഴെ അടയാളപ്പെടുത്തി അതേ എത്രയാണോ നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതേ സെയിം അളവ് ഇവിടേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. ആംഗിൾ ഭാഗം എല്ലാം നമുക്ക് ആ ചുരുക്കോട് കൂടി കിടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ക്ലോത്തിനെ ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഫോൾഡ് ചെയ്യുമ്പം ഇങ്ങനെ കുറച്ച് ഡിഫറൻസ് ആയിട്ടാണ്, കയറ്റ ഇറക്കത്തിലാണ് ആ മുകൾ ഭാഗം കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഹിപ്പ് മെഷർമെൻ്റ് ആണ്. അപ്പം ചുരി ബോട്ടത്തിന് ഹിപ്പിൻ്റെ ഭാഗത്ത് ധാരാളം ചുരുക്കുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ വണ്ണം ഉള്ളവർക്ക് ഇങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തതിൻ്റെ അവിടെ നമ്മളൊരു 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഒരു പീസ് 14 ഇഞ്ചെന്ന് കിട്ടും. അപ്പം നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് അഡീഷണലായിട്ട് വേറൊരു പീസുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇനി നമ്മൾ മുന്നോട്ട് പറയുന്നതാണ്. അപ്പം ഈ സമയത്ത് ഇവിടെ ഇപ്പം നമ്മൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. ഇനി തീരെ വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. ഇനി വണ്ണം അനുസരിച്ചാണെങ്കിൽ നമുക്കൊരു 8 ഇഞ്ച് 9 ഇഞ്ച്, അത് ധാരാളം വണ്ണം ഉള്ളവർക്ക് അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ ഭാഗത്തൊരു ഹിപ്പ് ഒരു 38 ഒക്കെ ഹിപ്പ് മെഷർമെൻറ്റ് വരുന്നവർക്ക് ഈ 7 ഇഞ്ചിൻ്റെ ആവശ്യമേ. ആ 7 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ കോണോട് കോണല്ലേ ഇട്ടേക്കുന്നത്. അപ്പം അടിഭാഗത്ത് നമ്മളുടെ ലെവൽ എവിടെയാണെന്ന് നോക്കണം. ആ 7 ഇഞ്ച് ഫുള്ളായിട്ട് നമുക്ക് അടിവശത്തം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. നമ്മളിവിടെ 7 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ഈ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുന്നു. അവിടെ നിന്ന് ആ വരച്ച പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിനി ഒരു മെഷർ പറയുകയാണ്. ക്രോച്ച് ഏരിയയുടെ മെഷർമെൻ്റ് ആണ്. അതായത് നമ്മളുടെ ഹിപ്പ് 38 36 ഒക്കെ ആണെങ്കിൽ നമ്മളൊരു 14 ഇഞ്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അല്ല അതിൽ കുറവാണെങ്കിൽ നമുക്കൊരു 13 12 ഒക്കെ എടുക്കുക. അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ 15 16 ഒക്കെ എടുക്കുക. അപ്പം അത് നമ്മൾ ഇങ്ങനെ ആ 11 ഇഞ്ച് അടയാളപ്പെടുത്തിയ എടുത്തു നിന്ന് ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഒരല്പം കർവ് കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കാവേ, ഒരു ശകലം. നമ്മളിപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. സ്ട്രെയിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി ഭാഗങ്ങൾ ഇതുപോലെ നമ്മൾ ആ 10 ഇഞ്ച് നേരത്തെ അടയാളപ്പെടുത്തിയിടത്തേക്ക് ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ എങ്ങനെയാണോ വരച്ചു കൊടുത്തത് അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഭാഗത്തൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരല്പമേ കട്ട് ചെയ്യാവുള്ളൂ.
അത് നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഒന്ന് നിവർത്തി കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് 2 പീസസ് ആണ് ലഭിച്ചത്. നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിവർത്തേണ്ട ആവശ്യമില്ല, ഇങ്ങനെ മടങ്ങി തന്നെയാണ് ഈ സമയത്ത് ഇരിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് നിവർത്തിയെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് ആ ഭാഗം ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ വീഡിയോയിൽ കാണാൻ വേണ്ടി ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് നമ്മളിതാ അടുത്ത നമ്മളുടെ ബാലൻസ് ക്ലോത്ത് ആണ്, നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തെ ബാലൻസ് ഭാഗം എടുത്ത് അത് 4 പീസസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 പീസസ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് ഇറക്കിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന്, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ വരച്ചു കൊടുത്ത 7 ഇഞ്ച് വരച്ചു കൊടുത്ത പോയിന്റാണ്, അവിടെ നിന്ന് നമ്മളൊരു 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരു 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ആൾക്ക് 12 ഇഞ്ച് മതി. ഇനി തീരെ വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ അതൊരു 11 ഇഞ്ച് ആക്കുക, വണ്ണം കൂടിയവർക്ക് അതനുസരിച്ച് 1-2 ഇഞ്ച് കൂട്ടിയിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളേ. ഇനി ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഏതൊരാൾക്കും 6 ഇഞ്ചോ 5.5 ഇഞ്ചോ ഒക്കെ കൊടുക്കുക. അത് നമ്മുടെ ക്രോച്ച് ഏരിയ വരുന്ന ഭാഗമാണ്. നമ്മൾ പ്രത്യേകിച്ച് ക്രോച്ച് ഏരിയ ഒന്നും കട്ട് ചെയ്യുന്നില്ല, ഭയങ്കര സിമ്പിൾ മെത്തേഡിലാണ് നമ്മളിതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ വരച്ചു കൊടുത്ത ഈ പോയിന്റുകൾ തമ്മിൽ നമ്മൾ അളന്ന് നോക്കുകയാണെങ്കിൽ 9 ഇഞ്ചുണ്ട്. അപ്പം ഇനി ഈ ഭാഗങ്ങൾ നമ്മളൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ പീസസ് ആണ് നമ്മൾ അഡീഷണലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ ഇപ്പം നമ്മൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലഭിക്കും. നമ്മളിപ്പം ഈ ഭാഗങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ സൈഡ് നമ്മൾ ഇപ്പറേ കട്ട് ചെയ്തതുപോലെ തന്നെ ഒരു ചെറിയ കട്ട്, അത് നമുക്കവിടെ തിരിച്ചറിയാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 4 പീസസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഭാഗം ഇതുപോലെ നമ്മളൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇതുപോലെ നമുക്ക് ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മളുടെ ഈ പോർഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന ബെൽറ്റ് പോർഷനാണ്. അത് ഇതുപോലെ 2 പീസസ് ആണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ നമുക്കൊരു 22-23 ഇഞ്ച് വിഡ്ത്താണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മളുടെ വേസ്റ്റ് ഭാഗത്തെ വിഡ്ത്ത് എത്രയാണോ അതാണ് നമുക്ക് വേണ്ടത് ടോട്ടല്. അപ്പം നമുക്കിപ്പോൾ ഒരു പീസ് ഒരു 22 ഇഞ്ച് കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു 24 ഇഞ്ചിലാണ് എടുക്കുന്നത്. പിന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇതിൻ്റെ ലെങ്ത് നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം 2 ഇഞ്ച് കൂടെ നമ്മൾ സീം അലവൻസും മടക്കി സ്റ്റിച്ച് ചെയ്യാനും എല്ലാം കൂടെ കൂട്ടിയിടുന്നു. അങ്ങനെ 8 ഇഞ്ചാണ് ലെങ്തും എടുക്കുന്നത്. ഈ ചുരി ബോട്ടം തയ്ക്കാനായിട്ട് നമുക്കിങ്ങനെ 4 പീസസ് ആണ് വരുന്നത് മെയിനും. അതുപോലെ തന്നെ നമ്മൾ ആ അഡീഷണൽ വെച്ച് കൊടുക്കുന്നത്, പിന്നെ നമ്മളുടെ ബെൽറ്റിൻ്റെ പോർഷന്, പിന്നെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാനുള്ള ടാഗിൻ്റെത്. അപ്പം നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇത് ചുരി ബോട്ടം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് അളവിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ തന്നെ ഏതൊരാൾക്കും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വിഡ്ത്ത് കുറച്ച് കൊടുക്കുക, വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മളുടെ അളവിലേക്ക് എടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഏത് കാണുന്നവർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ ഇങ്ങനെയല്ലേ നമ്മൾ നിവർത്തുമ്പം കിട്ടുന്നത്. ഈ ഭാഗമാണ് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം. അവിടേക്ക് നമ്മൾ ആ ചെറിയ കട്ട് ചെയ്ത ആ ഭാഗങ്ങൾ തമ്മിലാണ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിതാ കറക്റ്റായിട്ട് ആ ചെറിയ ഭാഗം വരുന്നത് ഇവിടെ ഈ താഴോട്ടുള്ള ഭാഗത്തും വരണം. ഇങ്ങനെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതേ മെത്തേഡിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ 2 പീസിലും ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഏറ്റവും ആദ്യമേ നമ്മളുടെ ഏറ്റവും ബോട്ടം, അതായത് നമ്മളുടെ ഹെം ലൈനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഒറ്റ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. 2 ഭാഗവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ നല്ല വശത്തേക്ക് ആ കട്ട് ചെയ്ത പോർഷൻ ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത പീസിൻ്റെ 2 സൈഡിലും ഇതേ മെത്തേഡിൽ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ
ഇതിൻ്റെ പുറത്തൂടെ പ്രസ് സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ദാ ഈ പോർഷൻ ഇപ്പോൾ റെഡിയായി ലഭിച്ചു. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ദാ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുന്നു. ദാ ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ലഭിച്ചിട്ടുണ്ട്. ദാ ഇതുപോലെയാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ഈ ചെറിയ വിട്ടുള്ള ഭാഗം താഴെ വരുന്ന രീതിയിൽ ദാ ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ രണ്ട് പോർഷന് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിന് ശേഷം ദാ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ടിൻ്റെയും ദാ ഈ സൈഡുകൾ മാത്രം നമ്മൾ ദാ ഈ ഡോട്ടിട്ട് കൊടുക്കുന്ന സൈഡ് മാത്രം നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പം ഈ സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് ദാ ഇതുപോലെ എടുത്തിരിക്കുകയാണ്. രണ്ട് വശവും മാത്രം ദാ ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തുള്ളൂ. ഇനി നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചതിന് ശേഷം ദാ ഇതിനെ ഇപ്പം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻറ്ററിലേക്ക് ദാ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ ആ വെച്ച് കൊടുത്ത ഭാഗം നടുക്കോട്ടാകുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ദാ നമ്മളുടെ ഇതിൻ്റെ ഈ ഓപ്പൺ ഭാഗം മുതൽ അടുത്ത ഓപ്പൺ ഭാഗം വരെ നമ്മളിങ്ങനെ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ദാ ഇത് കണ്ടോ, നമ്മൾ പ്രത്യേകിച്ച് ക്രോച്ച് ഏരിയ ഒന്നും വെട്ടിക്കൊടുക്കുന്നില്ല, ഇതിൽ തന്നെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ ഭാഗങ്ങൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ലഭിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിതാ ഈ പോയിൻ്റ് നമ്മൾ അഡീഷണൽ വെച്ച് കൊടുത്ത് ആ പോയിൻ്റ് ഒരു പോയിൻ്റ് തൊട്ട് അടുത്ത പോയിൻ്റ് വരെ നമ്മളിങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളിതാ ഇതിൻ്റെ ഓപ്പോസിറ്റ് പോർഷനും ഇങ്ങനെ ചുരുക്കിട്ടെടുക്കേണ്ടത്. ഇതാ ഇപ്പം നമ്മൾ രണ്ട് വശവും ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഗാദറിങ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മളുടെ ബെൽറ്റ് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. അതിന് മുന്നേ നമ്മളിങ്ങനെ ചുരുക്കിടുമ്പോൾ ഒന്ന് നോക്കണേ, നമുക്ക് 22 ഇഞ്ചാണ്, 22 23 നമുക്ക് വേണ്ട ഇഞ്ച് എത്രയാണോ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആ ചുരുക്കലൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ബെൽറ്റ് പോർഷനും നമ്മൾ ഇതാ ഇങ്ങനെ വെച്ച് ബെൽറ്റ് പോർഷൻ്റെ ബാക്കി ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലിയർ ആയിക്കോളൂ. അതുപോലെ തന്നെ ഈ ബെൽറ്റ് പോർഷൻ്റെ ലെങ്ത് നമ്മൾ 8 ഇഞ്ചാണ് ടോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പം മുകൾ ഭാഗവും കൂടെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടണം, അതിന് വേണ്ടിയാണ്. ഇനി നമ്മൾ ഈ ബെൽറ്റ് ഭാഗത്തിൻ്റെ ഒരു സൈഡ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ 2 മീറ്റർ ക്ലോത്തിൽ ചിലപ്പോൾ ബെൽറ്റ് പോർഷൻ നമുക്ക് ഒന്നായിട്ട് കട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പല പീസസ് കൂട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ബെൽറ്റ് പോർഷൻ നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടതായിട്ട് വരുവേ. അപ്പോൾ നമ്മളുടെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് പോലിരിക്കും. ഇനി നമ്മൾ ഈ സൈഡ് ഇങ്ങനെ അകത്തേക്ക് നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഇപ്പുറത്തെ സൈഡും റോങ് സൈഡിലേക്കാണ്, രണ്ട് വശവും ഇതിൻ്റെ അകം സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ മടക്കി അതിന് ശേഷം ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ഇടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി ഫുള്ള് നമ്മൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് സ്റ്റിച്ച് ചെയ്ത് മടക്കി കൊടുത്തു നമുക്ക് അടുത്ത വശം വരെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ഭാഗം മാത്രം ഒരു ഇഞ്ചിൻ്റെ വിഡ്ത്ത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിലൂടെയാണ് നമ്മൾ ടാഗ് അകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് നമ്മളുടെ ബെൽറ്റ് പോർഷൻ. ഇനി നമ്മൾ ഈ ബെൽറ്റ് പോർഷനും നമ്മളുടെ ബാക്കി ക്രോച്ച് ഏരിയ ഭാഗവും കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചുകൾ തമ്മിൽ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൻ്റെ പുറത്തു കൂടി നമുക്ക് ഇങ്ങനെയൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ നല്ല നീറ്റായിട്ട് പ്രസ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ പാൻസ് റെഡിയായി നമുക്ക് ലഭിക്കുവേ. ഇത് കണ്ടോ, ക്രോച്ച് ഏരിയ ഭാഗമൊക്കെ ഇതുപോലെയാണ്. പ്രത്യേകിച്ചൊന്നും ക്രോച്ച് ഏരിയ നമുക്ക് കട്ട് ചെയ്യേണ്ട, ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചോളും. ഇനി നമുക്ക് ടോട്ടൽ ക്രോച്ച് ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 15 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ബെൽറ്റ് പോർഷനിൽ 6ഉം ബാക്കി നമ്മളുടെ ഈ ഭാഗത്തുമായിട്ട് ഇങ്ങനെയാണ് നമുക്കിപ്പം ലഭിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഒരു സ്റ്റാൻഡേർഡ് അളവാണ്. അപ്പോൾ ഏതൊരാൾക്കും ഈ അളവ് തന്നെ എടുത്താലും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്
ഇനിയും തീർത്തും വണ്ണം കുറഞ്ഞവരാണെങ്കിൽ 1 2 എല്ലാ അളവിലും കുറയ്ക്കുക. അതുപോലെ തന്നെ വണ്ണം കൂടിയവർ 2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ കൂട്ടിയെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ചുരി ബോട്ടം വളരെ നീറ്റായിട്ട് ഏതൊരു അളവുകാർക്കും കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ എല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കൊരു ഫേസ്ബുക്ക് ID ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനകത്തുണ്ട്. അപ്പം അതൊന്ന് ഫോളോ ചെയ്യണേ. അപ്പം സപ്പോർട്ട് എപ്പോഴും തരിക. താങ്ക് യു ഫോർ വാച്ചിങ്.